ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡെക്കിൻ്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കി. ഞാനും ബാലയും കൂടെ അപ്പോൾ ആ പണി പൂർത്തിയാക്കിയതും പിന്നെ എന്തെല്ലാം മെഷീനുകളും എന്തെല്ലാം ടൂൾസൊക്കെ ഞാൻ യൂസ് ചെയ്തതെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാണാം, ഇന്നിവിടെ ഭയങ്കര ചൂടാണ്. ശരിക്കും ഞാൻ ഇപ്പോൾ വിധിക്കുന്നത് വെയിലത്ത് ശരിക്കും ഒരു 40 ഡിഗ്രിയോളം ഉണ്ടിന്ന്. അപ്പോൾ വർക്കെല്ലാം കാണാം. അപ്പോൾ ഇതാണ് ശരിക്കും ഡെക്ക്. അന്ന് ഞാൻ ആദ്യത്തെ ഇതിൽ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. എന്നിട്ട് ഇവിടെയായിരുന്നു വർക്ക്. പിന്നെ ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണിക്കട്ടെ. ഈ ഒരു കളർ വ്യത്യാസം കാണാമല്ലോ. അന്ന് ഞാൻ കാണിച്ചേ ഈ 2 സ്ക്രൂ ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ജോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ, ഇപ്പുറത്തെ സൈഡിലുള്ളത് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ഈ സൈഡിലുള്ളത് ഞങ്ങൾ പുതുതായിട്ട് ചെയ്തതും ഈ സൈഡിലുള്ളത് നേരത്തെ ഉള്ളതുമാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ശരിക്കും ഫുള്ളി ഫിനിഷ് ചെയ്തു. വലിയൊരു വർക്കായിരുന്നു അത്. ഇച്ചിരി നല്ല ലോങ് ആയിട്ടുണ്ട്. ഒരു 8 മീറ്ററോളം വരും പിന്നെ ഇതിൻ്റെ നീളം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വീതിയും ഒരു 5 മീറ്ററെങ്കിലും കാണും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, എന്നിട്ട് ഇവിടെ ഈ കളറ് വ്യത്യാസം കാണാമല്ലോ. ഇവിടെ വരെയും ചെയ്തു ഞങ്ങൾ. ഇവിടെ ഈ വോളിൻ്റെ അടുത്തു നിന്ന് തുടങ്ങി ഈ ഒരു തൊട്ട് തുടങ്ങിയിട്ട് ആ ഒരു കാണുന്ന സ്ക്രൂസ് എല്ലാം പുതിയ സ്ക്രൂസിനെ എടുത്ത് കാണാൻ പറ്റും. അവിടുന്ന് അങ്ങനെ തുടങ്ങിയിട്ട് എന്നിട്ട് ഇത്രയും സ്ഥലം മറ്റേ ലോങ് ആയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെയും പിന്നെ ബാക്കി ഇവിടെ വരെയും ഞങ്ങൾ റീസൈക്കിൾ ചെയ്ത് എല്ലാ പഴയതിനെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്തു. പിന്നെ പക്ഷേ അതിന് ചിലതൊക്കെ ഇച്ചിരി പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്ഥലത്ത് ഞങ്ങൾക്ക് വേറെ യൂസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടൊരു ഡിഫറെൻറ്റ് കളറും, അത് പുതിയ വുഡാണ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്. കണ്ടില്ലേ, ഇതിൻ്റെ വിഡ്ത്തിനെക്കാട്ടിൽ ഈ വിഡ്ത്ത് കൂടുതലാണ്. കാരണം ഇപ്പോൾ അവർ ഈ വിഡ്ത്തിലുള്ള വുഡ് ഇപ്പോൾ വിൽക്കുന്നില്ല അവർ. അപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പുതിയ വുഡ് വന്നു. അപ്പം അങ്ങനെയായിരുന്നു ചെയ്തത്. ഞാനും ബാലയും കൂടിയാണ് ചെയ്തത്. വലിയ പണിയായിപ്പോയി, കുറച്ച് നാളെടുത്തു ചെയ്യാനും. പിന്നെ അപ്പം ഞങ്ങൾ ചെയ്യാൻ യൂസ് ചെയ്തത് പല ടൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ആംഗിൾ ഗ്രൈൻഡർ. ഇത് വെച്ചിട്ട് ഈ ചില സ്ക്രൂ ഒന്നും മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സ്ക്രൂവിനെ കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു. അപ്പോൾ മെറ്റൽ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇതേലത്തെ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പല വിഡ്ത്തിൽ കിട്ടും. അത് ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ അടിയിലത്തെ വുഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതേലത്തെ യൂസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ഒരു കട്ടിങ് ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഒരേ ലൈനിൽ കട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ലൈൻ കട്ട് ചെയ്തതും പിന്നെ ഇതിൻ്റെ എൻഡിലുള്ള ആ കട്ടിങ് ചെയ്യാനും ഈക്വലായിട്ട് കട്ട് ചെയ്യാനും അതായിരുന്നു ആ ടൂൾ യൂസ് ചെയ്യേണ്ടി വന്നു. പിന്നെ അടിയിൽ കോൺക്രീറ്റിൽ ഹോൾ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ആ ഇത് ഹാമർ ഡ്രിൽ, പിന്നെ അതിന് വേണ്ടി അത് യൂസ് ചെയ്തു. പിന്നെ ഇതുപോലത്തെ 2 ഡ്രില്ല്, അതിൽ ഒരെണ്ണം ഡ്രൈവർ, ഒരെണ്ണം അല്ലാതെ ഡ്രില്ല്. അപ്പം ഇത് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഈ ഒരു ഡെക്കിങ്ങിനായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ഇത് വെക്കുമ്പോൾ ആ കറക്റ്റ് ലെങ്ത്ത് മതി ആ സ്ക്രൂവിന്. പിന്നെ ഇതിനുള്ള സ്ക്രൂ ആണെങ്കിൽ പിന്നെ ഈ സ്ക്രൂ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ കറക്റ്റ് ലെങ്ത്തിൽ ഹോൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് പിന്നെ ഇതിനകത്തിൽ ഡ്രിൽ പിന്നെ ഈ ഡ്രില്ല് യൂസ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത് അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഈ കറക്റ്റ് ഇതിന് വേണ്ടി മാത്രമായിട്ട് അവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഴയത് ഞങ്ങൾ ഊരിയെടുക്കുമ്പോൾ ആണെങ്കിൽ ശരിക്കും ഇതായിരുന്നു അതിൻ്റെ ഡിസൈൻ. പിന്നെ ഇത് ഒരു സ്ക്വയർ ഷേപ്പായിരുന്നു അതിൻ്റെ എൻഡ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂവിൻ്റെ എൻഡ് കണ്ടില്ലേ, സ്ക്വയർ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ചെന്നപ്പോൾ ആ സ്ക്രൂ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവർ പോലത്തെ ഷേപ്പിലേക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ എൻഡ് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വെച്ചിട്ട് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഹോൾ ചെയ്യുമായിരുന്നു. ബാല അത് വെച്ചിട്ട് സ്ക്രൂ ഇടുമായിരുന്നു. അങ്ങനെ അടുപ്പിച്ച് ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വുഡ് കട്ട് ചെയ്യാനായിട്ട് ഈ മെഷീന്
എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ബ്ലേഡ് കണ്ടില്ലേ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് എല്ലാ വുഡുകളെല്ലാം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത പണി ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പം പിന്നെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും ഇവിടുത്തെ സാധനങ്ങളെല്ലാം. പിന്നെ ഈ ടേബിളിൻ്റെ പുറത്തുള്ളത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാം ഇവിടെ ഇത്രയും പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഞങ്ങൾ പിന്നെ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പോളിഷ് ചെയ്യാൻ പോവാം ഈ വുഡ്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ ശരിയായിട്ട് എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നിവിടെ നല്ല ചൂടാണ്, ശരിക്കും വെളിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത് അണ്ടർ കവറാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഇനിയും ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കിന് തണുപ്പാവും, പിന്നെ മഴയാവും. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ ഈ ഒരു പിന്നെ പ്രഷർ വാഷ് വെച്ചിട്ടാണ് ആദ്യം വാഷ് ചെയ്ത് പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ എല്ലാം വാഷ് ചെയ്ത് വെച്ചേക്കുമോ, ഇവിടെ ചെയ്യണം. ഇനി ഈ സ്ഥലത്ത് വാഷ് ചെയ്തിട്ടില്ല. അത് ആ പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ലിക്വിഡെല്ലാം ഇട്ട് ഇത് വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് ഇട്ടിട്ട് പിന്നെ അത് വെച്ച് നല്ലപോലെ തേച്ച് കഴുകി അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഈ വാർണിഷ് ഇട്ടിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ശരി, ഇനി അടുത്ത എല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പം ഒന്നുകൂടെ കാണിക്കാം. ബൈ.